യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഉദ്ഘോഷിക്കുന്ന ഒരു ഉത്കൃഷ്ട പ്രവചന സമാഹാരമാകുന്നു. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല, അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് യേശയ്യാ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളിലാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നീതി പുനഃസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്യജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു. വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത്. കർത്താവെ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ. ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 8. യേശയ്യായുടെ പുത്രൻ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വലിയ ഒരു ഫലകമെടുത്ത് സാധാരണമായ അക്ഷരത്തിൽ മാഹിർ ഷലാൽ ഹഷ്ബാസ് എന്ന് ആലേഖനം ചെയ്യുക. പുരോഹിതനായ ഊറിയായെയും ജബേറേക്കിയായുടെ പുത്രനായ സക്കറിയായെയും ഞാൻ വിശ്വസ്ത സാക്ഷികളായി ഇത് രേഖപ്പെടുത്താൻ വിളിച്ചു. ഞാൻ പ്രവാചികയെ സമീപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, അവന് മാഹിർ ഷലാൽ ഹഷ്ബാസ് എന്ന് പേരിടുക. എന്തെന്നാൽ ഈ ശിശു അപ്പ അമ്മേ എന്ന് വിളിക്കാൻ പ്രായമാകുന്നതിന് മുൻപ് ദമാസ്കസിൻ്റെ ധനവും സമരിയായുടെ കൊള്ളസ്വത്തും അസീറിയ രാജാവ് കൊണ്ടുപോകും. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈ ജനം പ്രശാന്തമായി ഒഴുകുന്ന ഷീലോവായെ നിരസിച്ച് റസീൻ്റെയും റമാലിയായുടെ പുത്രൻ്റെയും മുൻപിൽ വിറയ്ക്കുന്നത് കൊണ്ട് കർത്താവ് ശക്തമായി നിറഞ്ഞൊഴുകുന്ന നദിയെ, അസീറിയ രാജാവിനെ സർവ്വപ്രതാപത്തോടും കൂടെ അവർക്കെതിരെ തിരിച്ചുവിടും. ആ പ്രവാഹം അതിൻ്റെ എല്ലാ തോടുകളിലും കരകവിഞ്ഞൊഴുകും. അത് യൂദായിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളമെത്തും. ഇമ്മാനുവേലെ, അതിൻ്റെ വിടർത്തിയ ചിറകുകൾ നിൻ്റെ രാജ്യത്തെയാകെ മൂടിക്കളയും. ജനതകളെ തകരുവീൻ, പേടിച്ച് വിറയ്ക്കുവീൻ. വിദൂര രാജ്യങ്ങളെ ശ്രദ്ധിക്കുവീൻ, അരമുറുക്കുവീൻ, സംഭ്രമിക്കുവീൻ. അതെ, അരമുറുക്കുവീൻ, സംഭ്രമിക്കുവീൻ. നിങ്ങൾ കൂടി ആലോചിച്ചു കൊള്ളുവീൻ, അത് നിഷ്ഫലമായി തീരും. തീരുമാനമെടുത്തുകൊള്ളുവീൻ, അത് നിലനിൽക്കുകയില്ല. ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. പ്രവാചകന് മുന്നറിയിപ്പ്. തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുളി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത്. പരിഭ്രമിക്കുകയും അരുത്. സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവീൻ, അവിടുത്തെ ഭയപ്പെടുവീൻ. അവിടുന്നാണ് വിശുദ്ധ മന്ദിരവും ഇടർച്ചയുടെ ശിലയും ഇസ്രായേലിൻ്റെ ഇരുഭവനങ്ങളെയും നിലം പതിപ്പിക്കുന്ന പാറയും. ജെറുസലേം നിവാസികൾക്ക് കുടുക്കും കെണിയും അവിടുന്ന് തന്നെ. അനേകർ അതിന്മേൽ തട്ടി വീണു തകർന്നു പോവുകയും കെണിയിൽ കുരുങ്ങി പിടിക്കപ്പെടുകയും ചെയ്യും. ഈ സാക്ഷ്യം ഭദ്രമായി സൂക്ഷിക്കുകയും ഈ പ്രബോധനം എൻ്റെ ശിഷ്യരുടെ ഇടയിൽ മുദ്ര വെച്ചുറപ്പിക്കുകയും ചെയ്യുക. യാക്കോബിൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ മുഖം മറച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയും കർത്താവിൽ എൻ്റെ പ്രത്യാശ ഞാൻ അർപ്പിക്കുകയും ചെയ്യും. ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കും. അവർ നിങ്ങളോട് വെളിച്ചപ്പാടന്മാരോടും ചിലയ്ക്കുകയും ഒച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന മന്ത്രവാദികളോടും ആരായുവീൻ എന്ന് പറയും. ജനം തങ്ങളുടെ ദേവന്മാരോട് ആരായുന്നില്ലേ? ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായുകയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പ്രബോധനവും സാക്ഷ്യവും സ്വീകരിക്കുവിൻ. അവർ പറയുന്ന കാര്യങ്ങൾ വെളിച്ചം കാണുകയില്ല. അവർ അത്യധികം കഷ്ടപ്പെട്ടും വിശന്നും ദേശത്ത് അലഞ്ഞു നടക്കും. തങ്ങൾക്ക് വിശക്കുമ്പോൾ അവർ കുപിതരാവുകയും തങ്ങളുടെ രാജാവിനെയും ദൈവത്തെയും ശപിക്കുകയും ചെയ്യും. അവർ മുകളിലേക്കും താഴോട്ടും കണ്ണയയ്ക്കും. എവിടെയും കൊടിയ വേദനയും അന്ധകാരവും കഠോര ദുഃഖത്തിൻ്റെ ഇരുളും. ആ അന്ധകാരത്തിൽ അവർ ആണ്ടുപോകും. ദൈവജനമേ, 8-ാം അധ്യായത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം നാം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്.
അസീറിയൻ ആക്രമണത്തിൻ്റെ ഭീഷണിയിൽ യൂദാ രാജ്യം വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം. അക്കാലത്ത് ഇസ്രായേലും സിറിയയും ചേർന്ന് യൂദയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നു. ഈ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനിടയിലാണ് ദൈവം ഏശയ്യായിലൂടെ തൻ്റെ ജനത്തോട് സംസാരിക്കുന്നത്. ഭൗതികമായ സഖ്യങ്ങളെക്കാൾ ദൈവത്തിലുള്ള ശരണമാണ് പ്രധാനമെന്ന് ഈ പശ്ചാത്തലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അധ്യായത്തിലെ പ്രധാന സന്ദേശം ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ചുള്ളതാണ്. മഹിർ ഷാലാൽ ഹാഷ്ബാസ് എന്ന മകൻ്റെ പേര് ശത്രുക്കളുടെ നാശം ആസന്നമാണെന്ന് വിളിച്ചു പറയുന്നു. അതാണ് അർത്ഥം. ഭയപ്പെടേണ്ടത് മനുഷ്യരെയല്ല, മറിച്ച് സൈന്യങ്ങളുടെ കർത്താവിനെയാണെന്ന് പ്രവാചകൻ വ്യക്തമാക്കുന്നു. ഇമ്മാനുവേൽ അഥവാ ദൈവം നമ്മോടുകൂടെ എന്ന വലിയ രഹസ്യം ഇവിടെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ തകരുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികൾ അചഞ്ചലമായി നിലനിൽക്കുന്നു എന്നതാണ് ഈ അധ്യായത്തിൻ്റെ കാതൽ. ആഹാസ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഈ പ്രവചനം കൃത്യമായി നിറവേറുന്നത് നമുക്ക് കാണാം. അസീറിയൻ സൈന്യം ഇസ്രായേലിനെയും സിറിയയെയും കീഴ്പ്പെടുത്തിയപ്പോൾ യഹൂദിയായ്ക്കും വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു. അവിശ്വാസിയായ ആഹാസ് രാജാവ് ദൈവത്തിൽ ആശ്രയിക്കാതെ അസീറിയയുടെ സഹായം തേടിയത് വിനയായി മാറി. പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞതുപോലെ വെള്ളപ്പൊക്കം പോലെ ശത്രു സൈന്യം ദേശത്തെ മൂടുകയുണ്ടായി. ചരിത്രത്തിൻ്റെ ഗതിവിഗതികൾ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് സാക്ഷ്യം നൽകുന്നുവെന്ന് ഇത് തെളിയിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ ധീരമായ വ്യക്തിത്വം ഈ അധ്യായത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു. കർത്താവിൻ്റെ കരം തൻ്റെ മേൽ ശക്തമായി അമർന്നിരിക്കുന്നു എന്ന് പ്രവാചകൻ സാക്ഷ്യപ്പെടുത്തുന്നു. ജനങ്ങൾ ഭയപ്പെടുന്നതിനെ ഭയപ്പെടാതെ ദൈവത്തെ മാത്രം വിശുദ്ധമായി കരുതാൻ അദ്ദേഹം തയ്യാറായി. തൻ്റെ മക്കളെപ്പോലും പ്രവചനത്തിൻ്റെ അടയാളങ്ങളാക്കി മാറ്റാൻ മടിക്കാത്ത സമർപ്പണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ലോകത്തിൻ്റെ ഒഴുക്കിനെതിരെ നീങ്ങാൻ ആത്മധൈര്യം കാണിച്ച ദൈവപുരുഷനാണ് യേശയ്യ. ആത്മീയ ജീവിതത്തിന് ഉതകുന്ന വലിയ വലിയ പാഠങ്ങൾ ഈ വചനഭാഗം പ്രിയ സഹോദരങ്ങളെ നമുക്കും നൽകുന്നുണ്ട്. മനുഷ്യരെ ഭയപ്പെടുന്നത് ആത്മീയ നാശത്തിന് കാരണമാകും എന്ന് നാം ഇവിടെ പഠിക്കണം. ദൈവത്തെ ഒരു വിശുദ്ധ സ്ഥലമായും എന്നാൽ അവിശ്വാസികൾക്ക് തടസ്സത്തിൻ്റെ കല്ലായും പ്രവാചകൻ അവതരിപ്പിക്കുന്നു. ലക്ഷണങ്ങളിലോ വെളിച്ചപ്പാടുകളിലോ അഭയം തേടുന്നത് അന്ധകാരത്തിലേക്കുള്ള വഴിയാണെന്ന് വചനം മുന്നറിയിപ്പ് നൽകുന്നു. ക്രിസ്ത്യാനികൾ പോലും ഹോറോസ്കോപ്പും രാഹുകാലവും ന്യൂമറോളജിയും ടാരോ കാർഡ്സും ആസ്ട്രോളജിയും ഒക്കെ ഫോളോ ചെയ്യുന്നത് നാശത്തിൻ്റെ വഴിയാണ് എന്ന് തിരിച്ചറിയുക. അത് ഒന്നാം കൽപ്പനയുടെ ഗൗരവമേറിയ ലംഘനമാണ്. തിരിച്ചറിയുക, തിരുത്തുക, ഇന്ന് തന്നെ കുമ്പസാരിച്ച് മേലാൽ ആ വഴി പോകില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക. അല്ലെങ്കിൽ പ്രിയ ദൈവജനമേ, തകർച്ചകളുടെ കൂമ്പാരത്തിൽ കൂടെ നാം തകർന്നടിയും എന്ന് ഒരു സംശയവുമില്ലാതെ എനിക്ക് വ്യക്തിപരമായി പറയുവാൻ ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിനയപൂർവ്വം അത് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ദൈവവചനത്തോടും പ്രമാണത്തോടും ചേർന്ന് നിൽക്കുന്നവരിൽ മാത്രമേ പുലർകാല വെളിച്ചം ഉദിക്കുകയുള്ളൂ. നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലെ വിശ്വാസികൾക്കും ഈ സന്ദേശം ഏറെ പ്രസക്തമാണ്. രാഷ്ട്രീയവും സാമ്പത്തികവുമായ അരക്ഷിതാവസ്ഥയിൽ നാം ആരെയാണ് ആശ്രയിക്കുന്നത് എന്ന് ചിന്തിക്കണം. മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പടർത്തുന്ന ഭീതിയിൽ പെട്ടുപോകാതെ ഇമ്മാനുവേലിൽ നമുക്ക് അഭയം കണ്ടെത്താം. ഇന്ന് പലരും വ്യാജമായ ആത്മീയതകളിലും പ്രവചനങ്ങളിലും ആശ്വാസം തേടി അലയുന്നുണ്ട്. എന്നാൽ യേശയ്യ പഠിപ്പിക്കുന്നത് പോലെ സത്യവചനത്തിൻ്റെ പ്രകാശത്തിലേക്ക് മടങ്ങി വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിൻ്റെ നീതിനിഷ്ഠമായ ന്യായവിധിയെക്കുറിച്ച് ഈ അധ്യായം ഗൗരവമായ സൂചന നൽകുന്നു. ദൈവത്തെ നിരസിക്കുന്നവർ ഇടറി വീഴുമെന്നും കുടുക്കിൽ അകപ്പെടുമെന്നും വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീതികേടിനും അവിശ്വാസത്തിനുമുള്ള ശിക്ഷ അസീറിയൻ പ്രളയം പോലെ വരുമെന്നാണ് മുന്നറിയിപ്പ്. സമാധാനത്തിൻ്റെ അരുവികളെ ഉപേക്ഷിക്കുന്നവർക്ക് ഉഗ്രമായ പ്രളയജലം കുടിക്കേണ്ടി വരും. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്ന ഏതൊരു സമൂഹവും ന്യായവിധിയുടെ നിഴലിൽ ആണ് എന്ന് നാം തിരിച്ചറിയണം. പ്രിയ ദൈവജനമേ, ഇത്രയേറെ ഗൗരവമുള്ള മുന്നറിയിപ്പുകൾക്കിടയിലും ദൈവത്തിൻ്റെ കരുണയുടെ കിരണങ്ങൾ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. ഇമ്മാനുവേൽ എന്ന വാഗ്ദാനം പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പു നൽകുന്നു. തൻ്റെ ജനത്തെ പൂർണ്ണമായി നശിപ്പിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല എന്ന പ്രത്യാശ ഇവിടെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടതാണ് പിതാവായ ദൈവം അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം. ആ വാഗ്ദാനം നമ്മൾ തെറ്റിച്ചാലും ദൈവം നിറവേറ്റും. ഇരുട്ടിൽ ഉഴലുന്നവർക്ക് വെളിച്ചം നൽകാൻ
ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് പ്രവാചകൻ സൂചിപ്പിക്കുന്നു. ശിക്ഷയുടെ ലക്ഷ്യം തകർച്ചയല്ല സഹോദരങ്ങളെ, മറിച്ച് തൻ്റെ പക്കലേക്ക് ജനത്തെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു ഡിസിപ്ലിനറി പ്രൊസീജിയർ. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങാൻ ഈ വചനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. കർത്താവ് വരുമ്പോൾ അവിടുന്ന് നമുക്കൊരു അഭയസ്ഥാനമായി മാറണമെങ്കിൽ ഇപ്പോൾ നാം അവിടുത്തെ ഭയപ്പെടണം. അത് സ്നേഹത്തിൽ നിന്ന് ഉയരുന്ന പാപത്തെപ്പറ്റിയുള്ള ഭയമായിരിക്കണം. ലോകത്തിൻ്റെ ഭയാശങ്കകളിൽ നിന്നകന്ന് ദൈവരാജ്യത്തിൻ്റെ വെളിച്ചത്തിനായി നാം കാത്തിരിക്കണം. പാപത്തെ നാം ഒരു കുഞ്ഞിൻ്റെ മനസ്സോടെ നിഷ്കളങ്കമായി ട്രീറ്റ് ചെയ്യുകയും നാം സംസാരിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി സംസാരിക്കുകയും ചെയ്യണം. വിശുദ്ധമായ ഭയത്തോടെ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് അവിടുത്തെ വരവ് സന്തോഷകരമായ അനുഭവമായിരിക്കും. അന്ധകാരത്തിൻ്റെ രാത്രികൾ നീങ്ങി നിത്യപ്രകാശത്തിൻ്റെ പുലരി വരുമെന്ന് നാം തീർച്ചയായും വിശ്വസിച്ചേ മതിയാവും. വിശ്വാസത്തിൻ്റെ പാതയിൽ പതറാതെ നിൽക്കാൻ ഈ ഏശയ്യായുടെ അധ്യായം നമുക്ക് കരുത്ത് നൽകുന്നു. ലോകം മുഴുവൻ നമുക്കെതിരായാലും ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവേൽ ഉണ്ടെങ്കിൽ നാം ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും ദൈവത്തിന് സാക്ഷ്യം നൽകുന്ന അടയാളങ്ങളാക്കി മാറ്റാൻ നമുക്കും പരിശ്രമിക്കാം. ഏത് പ്രതിസന്ധിയിലും കർത്താവിൻ്റെ കരം നമ്മെ താങ്ങുമെന്ന് ഉറച്ച് വിശ്വസിക്കണം. പ്രത്യാശയോടെയും ധൈര്യത്തോടെയും ക്രിസ്തുവിൽ ചുവട് വയ്ക്കാൻ ഈ നിമിഷ ധ്യാനം നമ്മെ സഹായിക്കട്ടെ. ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു ജനതയെ വാർത്തെടുക്കാൻ ഏശയ്യായുടെ വാക്കുകൾ ഇന്നും ജീവസുറ്റതാണ്. പഴയ നിയമത്തിലെ ഈ പ്രവചനങ്ങൾ പുതിയ നിയമത്തിലെ കൃപയുമായി ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ ആത്മീയത പൂർണ്ണമാകുന്നു. അന്ധകാരത്തിൻ്റെ താഴ്വരയിൽ വെളിച്ചം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വചനങ്ങൾ വഴികാട്ടിയുമാണ്. ദൈവവചനത്തിൻ്റെ പാറമേൽ ജീവിതം പടുത്തുയർത്താൻ നമുക്കോരോരുത്തർക്കും പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പ്രവചന സന്ദേശം ഉൾക്കൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ മുന്നേറാം. ചുറ്റുമുള്ള ലോകം അവിശ്വാസത്തിൽ ആഴുമ്പോഴും നാം പ്രകാശത്തിൻ്റെ മക്കളാണ്. അങ്ങനെ തന്നെ നാം ആയിരിക്കണം. പ്രകാശത്തിൻ്റെ മക്കളായി നമുക്ക് ശോഭിക്കാം. നമുക്ക് നമ്മുടെ പൂർവികരെ പോലെ വചനത്തോടുള്ള തീഷ്ണത നമുക്ക് മുറുകെ പിടിക്കാം. കർത്താവായ യേശുവിൻ്റെ മടങ്ങി വരവിനായി ഒരുങ്ങുന്ന വിശുദ്ധമായ ഒരു സഭയായി നമുക്ക് വളരാം. സമാധാനത്തിൻ്റെ രാജാവായ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ഇമ്മാനുവേലായി എന്നും വസിക്കട്ടെ.